വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മഷ്റൂം കറിയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പീസ് ബട്ടർ, 3 സവാള, ഒരു ഉരുളക്കിഴങ്ങ്, 200 ഗ്രാം മഷ്റൂം. ഇനി എല്ലാം അരിഞ്ഞെടുക്കാം. മഷ്റൂം നല്ലതുപോലെ കഴുകിയെടുക്കണം. പൊട്ടറ്റോയും സവാളയും അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുക്കണം. മഷ്റൂം വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് വെണ്ണ എടുത്തിട്ടുള്ളത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ ചേർക്കുമ്പോൾ കാണിക്കാം. ഇനി ഇതേപോലെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി. ഇനി അതിലോട്ട് വറ്റൽമുളക് ഇടാം. കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക് എടുത്തു. ഇനി കറിവേപ്പില ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഇപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് സവാള ഇടാം. സവാള കുറച്ച് മൂത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർക്കാം. സവാളയിൽ കുറച്ച് ഉപ്പിട്ട് മൂപ്പിക്കാം. അപ്പോൾ എളുപ്പം മൂത്ത് വെക്കും. ബാക്കി ഉരുള ചേർക്കാം. ഇപ്പോൾ സവാള ഏകദേശം മൂത്ത് തുടങ്ങി. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം മസാല ചേർക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തു. ഇനി കുറച്ച് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചച്ചുവ മാറി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതിൽ 2.25 ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ചു. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കറി മസാല ചേർക്കാം. ഇനി ഇതിൽ മഷ്റൂം വഴറ്റി ഇതിലോട്ട് ചേർക്കാം. മഷ്റൂം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് ഈ കറുത്തിരിക്കുന്ന സാധനം എടുത്ത് കളയണ്ട. അതേപോലെ എടുത്ത് അരിഞ്ഞെടുത്താൽ മതി. ഇനി മഷ്റൂം വഴറ്റിയെടുക്കാം. ഇനി ഇതേപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ബട്ടർ ഇടാം. ഇനി അതിലോട്ട് മഷ്റൂം ചേർക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കറിയിൽ കറക്റ്റിന് ഉപ്പുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചില്ല. സ്പൂണിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. കുറച്ചുകൂടെ വറണ്ടതിന് ശേഷം കറിയിലോട്ട് ഒഴിക്കാം. പല വെറൈറ്റി മഷ്റൂം ഉണ്ട്. ചിപ്പിക്കൂൺ, പാൽക്കൂൺ, ബട്ടൺ മഷ്റൂം. ഇത് ബട്ടൺ മഷ്റൂമാണ്. പാൽക്കൂണാണെങ്കിൽ കുറച്ചുകൂടി വലുതായിരിക്കും. ചിപ്പിക്കൂൺ വൈക്കോലിൽ വെച്ചാണ് കൃഷി ചെയ്തെടുക്കുന്നത്. പാൽക്കൂൺ മണ്ണും ജൈവവളങ്ങളും ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡിയായി. ഇനി കറിയിലോട്ട് ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് കോക്കനട്ട് പൗഡർ കലക്കിയതാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലും ഒഴിക്കാം. മഷ്റൂം ഇതിൽ ചേർത്ത്
ഇതിൽ കൂടി ഇട്ട് വേവിക്കുന്നതിനേക്കാളും മഷ്റൂം പ്രത്യേകം വഴറ്റിയിടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി 5 മിനിറ്റ് വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റിനുണ്ട്. മഷ്റൂമിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം കറി റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം കറി റെഡിയായി. മഷ്റൂം വെച്ച് പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.